ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് മീനൊന്നും കിട്ടിയില്ല. മീൻ കറി ഇല്ലെങ്കിൽ നമ്മൾ എത്ര കറി വെച്ചാലും തികയാത്തത് പോലെയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കരുതേ ഇങ്ങനെ ചോറ് വയ്ക്കാൻ നിന്ന്. അതുകൊണ്ട് അതിനാവശ്യമുള്ള പയർ, ക്യാരറ്റ്, ബീട്രൂട്ട്, 2 തക്കാളിയും കഴുകി പാകത്തിന് ഉപ്പും ഇട്ട്, പാകത്തിന് ഉപ്പ് എടുത്തുള്ളേ, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് കൂടിയ പക്കവടണക്കായി പോവും. അതുകൊണ്ട് ഉപ്പും ഇട്ട് 1.5 കപ്പ് വെള്ളവും വെച്ച് ഇനി ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് ഗ്യാസിൽ തൊട്ട് വയ്ക്കണം. ഒരു 3 വിസിൽ കേൾപ്പിക്കണം. അങ്ങനെ അത് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലിന് ശേഷം നമുക്ക് എടുക്കാം. അവിടെ എന്തൊരു സൗണ്ട് കേട്ടോ, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. ഇവിടെ വിസിലൊക്കെ കേട്ട് വെന്ത് കേട്ടാ. അതിത് തക്കാളി ഇങ്ങോട്ട് ഈ പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി. ഇതാകുമ്പോൾ ഇനി പ്രത്യേകിച്ച് കറിയൊന്നും അറിയണമല്ലോ. ഒരു പപ്പടം പൊരിച്ചൊരു സലാഡും ഉണ്ടാക്കിയാൽ അത് മതി. എനിക്കിത്തിരി വെപ്രളം കൂടി പോയതാണോ എന്നറിയില്ല. കൈയൊന്ന് ശകലം പൊള്ളി ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് സൈഡിൽ അങ്ങോട്ട് മാറ്റി വെച്ച് ഒരു വെട്ടി അങ്ങോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി അങ്ങോട്ട് നമ്മൾ ഒരു വർഷം പറയും പോലെ കടുവറ എന്ന് പറയും പോലെ അങ്ങോട്ട് കടുവിട്ട് ടമർപ്പടയിൽ അങ്ങോട്ട് പൊട്ടിക്കണം. അത് ഒരു ചേച്ചി പറയില്ല, ഞാൻ പറഞ്ഞത്. ചേച്ചി കടുവറ മാത്രമേ പറഞ്ഞോളൂ. അങ്ങനെ കടുവിട്ട് പൊട്ടിയപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി. അങ്ങനെ അതും അതിലേക്ക് അങ്ങോട്ട് തട്ടി ഇനി അങ്ങോട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി അത് തത്തിപ്പൊത്തി ഒന്ന് വച്ചിട്ട് എനിക്ക് ഒരു കൈ ഫോണും ക്യാമറയും ഇതുമായിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇളക്കുന്നതിനെ കൊണ്ട് അത്ര പറ്റത്തില്ല. എങ്കിലും ഒരു വിധമൊക്കെ നമ്മൾ ഒപ്പിക്കാം. എൻ്റെ കൂട്ടുകാരതൊക്കെ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ താറാവിനെ തുറക്കാൻ പോയിരുന്നത്. അതാണ് നമ്മളെ കുക്കറിൽ വിസിൽ വന്ന് വെടിയെടുക്കാഞ്ഞത്. വിളി കേൾക്കുന്നില്ലേ അവർ വിളിക്കുന്നത്? ഞാൻ താറാവിനെ തുറന്ന് തീറ്റയും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അവരെൻ്റെ കൂടെ ഇങ്ങ് കയറി വന്ന് എൻ്റെ കൂടെ അടുക്കള സൈഡിൽ നിൽപ്പുണ്ട്. അകത്തല്ല, വെളിയിൽ തന്നെ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഇനി ഞാൻ തീറ്റ എടുത്ത് അടുക്കള സൈഡിൽ കൊണ്ടുവയ്ക്കണം, എന്നാലേ അവർ കഴിക്കുള്ളൂ. അപ്പം ഞാൻ ഈ ഇളക്കി തന്നെ കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് അടച്ച് വയ്ക്കുന്നതും തുറക്കുന്നതൊന്നും ഞാൻ കാണിക്കാത്തത്. അതിൽ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചത് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും എന്തായത് ഇളക്കൽ മാത്രമേ ഉള്ളൂ. ഇളക്കിയല്ലേ പറ്റുമല്ലേ. നമുക്കത് എങ്ങനെ അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും. പിന്നെ കരിഞ്ഞു പോയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താലേ പറ്റുള്ളൂ. ഞാൻ ഇളക്കിയൊക്കെ കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ച തക്കാളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടേ. അത് ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇത്തിരി മുളക് പൊടി, അതിൽ ഞാൻ ഉള്ളിയിൽ ശകലം ഉപ്പും പിന്നെ കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. താറാവിൻ്റെ വിളി കേൾക്കുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ടില്ലെന്ന് തോന്നുന്നു. ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും എന്താ നമ്മുടെ പഴയ ജോലി, ഇളക്കൽ. അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ ഇച്ചിരി ഇതാകട്ടെ, കാരണം നമ്മൾ തക്കാളി പേസ്റ്റ് വെച്ചൊക്കെ അടിയിൽ പിടിക്കും. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ വന്ന് ഞാൻ വീഡിയോ പിടിക്കണമെന്ന് അറിഞ്ഞില്ല. ഞാൻ ഇതിനൊക്കെ നിന്ന് വീഡിയോ കണ്ട് പാചകം ചെയ്യുക, അപ്പോൾ അതാണെന്ന് കരുതിയ. അതിനവിടെ വന്ന് എൻ്റെ അടുത്ത് മോള് വന്ന് ഹായ് പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കണമെന്ന് മനസ്സിലായത്. ഇപ്പോൾ പോവേ പതുക്കെ.
പോയി. അത് കഴിഞ്ഞ് അതിലേക്ക് കറി മസാല ഇട്ട് പിന്നെ എന്താ സ്പെഷ്യൽ എന്നൊക്കെ ആയിട്ടുള്ളതെന്ന് ചോദിച്ച് നിന്നത്. പിന്നെ അതേ ഇച്ചിരി പെരിഞ്ചീരകം കൂടെ ഇട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഒന്നും കൂടെ ഇളക്കലൊക്കെ തീർന്നില്ല, ഇനി ഇളക്കലുണ്ട്. അതെ, ചോറ് ഇട്ട് കൊടുത്ത്. ചോറ് നമ്മൾ റേഷനരി ചോറാണ്, വെള്ള റേഷനരി ചോറാണ്. ഇനി അത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ എടുത്ത് അതും കൂടി ഇത് വീണ്ടും ഇളക്കണം. ഈ ഇളക്കലിനൊരു ബുദ്ധിമുട്ടില്ല, ഇളക്കി കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ഇത് കഴിക്കാം, ഇതുപോലെ ഉണ്ടെങ്കിലും കഴിക്കാം. ഞാൻ ഇതിൽ മല്ലിയിലയൊന്നും ഇട്ടിട്ടില്ല, മല്ലിയിലയൊന്നും ഇല്ലായിരുന്നു. മുട്ടയും ഇറച്ചിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകൂടണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബൈ.